പാലും മുട്ടയും വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ടാ ഈ വീട് കഴിയുന്നത്. അത് ഓർമ്മ വേണം. ആ പശുവിന്റെ അടിയും തൊഴിയും കൊണ്ട് എന്റെ മോളൊരു പരുവായി. ഓഹോ, ഇനി അച്ഛനും മോനും കൂത്തു പഠിക്കണെങ്കിലേ വേറെ സ്ഥലം നോക്കിയോളാം. അയ്യോ അമ്മ, ഇത് കൂത്തല്ല, കഥാപ്രസംഗമാ. ഇത്ര നാളായിട്ട് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? അയ്യടാ, ഇത് അന്നാടാ കഥാപ്രസംഗം. നിങ്ങളുടെ ഓരോരോ കഥകൾ കേട്ടെന്റെ പശുവിന്റെ പോലും കറവ് പറ്റി. 12 ലിറ്റർ കറന്നോടുന്ന പശു അറിയാമോ? എടി എടി ഉണത്തെ, എന്റെ മോന്റെ മനോവീര്യം കെടുത്താതെ നിന്റെ മോളെയും വിളിച്ചോണ്ട് നീ അകത്തോട്ട് പോ. ഈ സുപ്രസിദ്ധ ഹരികഥാ പ്രാസംഗികൻ KK കിഴക്കേടത്തിന്റെ മോനെ സാംബശിവനെ പോലെ കേരളത്തിൽ ആരാധിക്കുന്ന ഒരു കാതികനായി കണ്ടിട്ടേ ഈ കിഴക്കേടം കണ്ണടയ്ക്കൂ. അയ്യോ, എന്നാ ഈ കണ്ണ് ഒരിക്കലും അടക്കേണ്ടി വരത്തില്ല. എടാ, ഒരു സ്റ്റേജിൽ നിന്നെങ്കിലും നീ തക്കാളിയും പഴത്തൊലിയും കിട്ടാതെ വന്നിട്ടുണ്ടോടാ? നീ പോടി. തക്കാളിയും പഴത്തിലും മാത്രമല്ല, കുറെ ചീഞ്ഞ മുട്ടയോടെ കിട്ടിയാലേ യഥാർത്ഥ കാതികനാവും. ഇല്ല അച്ഛാ? കറക്റ്റ്. എടാ, കലാബോധം ഉള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവൂ. നിന്റെ തള്ളയുടെ കുടുംബത്തിലുള്ളവർക്ക് ഒട്ടുമില്ലാതെ. ആ കിളവൻ അച്യുതക്കുറപ്പുണ്ടല്ലോ, അയാൾക്ക് തീരെ ഇല്ലടാ. ഞങ്ങളുടെ അണ്ണന് കലയില്ലെങ്കിലേ ഞങ്ങള് സഹിച്ചോളാം. നീ വാടി മോളെ, നമുക്ക് തൊഴുത്തി ചെന്നിരുന്ന് കന്നുകാലികളോട് കാര്യം പറയാം. അത് നിങ്ങൾക്ക് പിന്നെങ്കിലും മനസ്സിലാവും. ചെല്ല് ചെല്ല്. സുന്ദരിയായ മുക്കാബലയുടെ ഭാവം മാറ്റം കണ്ട് മുക്കാല